അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണീരില്ലാത്ത രാത്രിയില്ല, കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുവേ, എന്റെ പൊന്നുമോന് കാഴ്ച കൊടുക്കണേ അല്ലാ, ആലിമാക്കണം അവനെ, ഉന്നതമായ ശ്രേണിയിലെത്തിക്കണം, ഉലമാഇന്റെ വലിയ പരിപാടിയിലേക്ക് പൊന്നുമോനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള ആർത്തിയും ആവേശവുമായിരുന്നു പ്രിയപ്പെട്ട ഉമ്മാക്കുണ്ടായിരുന്നത്. തളർന്നില്ല. എത്രയോ രാത്രിയും പകലും ദുആ ചെയ്തിട്ട് ആ കുഞ്ഞിനല്ലാഹു കാഴ്ച കൊടുത്തില്ല, തളർന്നില്ല. അവസാനം ഒരു രാത്രിയിലതാ ഇബ്രാഹിം ഖലീലുള്ളാഹ്, തന്റെ പ്രിയപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സ്വപ്നത്തിലൂടെ വരികയാണ്. എന്നിട്ട് പറയുന്നത്, പെണ്ണേ, ഖദറല്ലാഹു അലാ വലദികി ബസറൻ ബികസറതി ദുആഇകി, നിന്റെ അമിതമായ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥന, നിന്റെ ദുആ, ആ പ്രാർത്ഥന കാരണമായി, ആ ദുആ കാരണമായിട്ട് നിന്റെ പൊന്നുമോൻ അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട സന്തോഷത്തിൽ ഞെട്ടി ഉണർന്നുപോയ പ്രിയപ്പെട്ട ഉമ്മയതാ, ഞെട്ടി ഉണർന്നുപോയ പ്രിയപ്പെട്ട ഉമ്മയതാ ഓടിച്ചെന്ന് പൊന്നുമോനെ വിളിക്കുകയാണ്. ആ പൊന്നുമോനെ കണ്ണു തുറക്കുന്ന ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മയുടെ ഭൂമുഖം കാണുന്നു. കണ്ണു തുറക്കുന്ന ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മയുടെ ഭൂമിലാവ് ഉച്ച നിൽക്കുന്ന മുഖം കാണുന്നു. സുബ്ഹാനല്ലാഹ്, അധികമായ പ്രാർത്ഥനയ്ക്ക് ഫലമായി പകരമായ അല്ലാഹു കൊടുത്തതാണ് ആ പൊന്നുമോന്റെ കാഴ്ച. തളരണ്ട ഉമ്മ, തളരണ്ട. അല്ലാഹ് എപ്പോൾ പരീക്ഷണം തന്നാലും തളരണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളുടെ വിഷയത്തിൽ നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്തോ, ദുആ ചെയ്തോ, ദുആ ചെയ്തോ. നിറഞ്ഞ മനസ്സോടെ പടച്ചവന് വേണ്ടി ദുആ ചെയ്തോ. അല്ലാഹുവേ, എന്റെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്, എന്റെ മക്കളെ സ്വാലിഹാക്കണേ അല്ലാഹ്, എന്റെ മക്കളെ ഹാഫിളാക്കണേ അല്ലാഹ്, എന്റെ മക്കളെ ആലിമാക്കണേ അല്ലാഹ്. നിരന്തരമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങൾ ചോദിക്കുന്ന അല്ലാഹു തരുന്നതാണ്. മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹുവിനോട് വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ടാണ് ബുഖാരി ഇമാമിന്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചത് അല്ലാഹു. എന്നിട്ട് കാഴ്ച കൊടുത്തു. അവസാന ബുഖാരി ഇമാമ് 1000 ഉസ്താദുമാരുള്ള ഒരു മഹാനായി മാറി. പിന്നെയോ ബഹുമാനപ്പെട്ടവർ 70,000-ത്തിലധികം ഹദീസുകളും മനഃപ്പാഠമുള്ള ഹൃദയത്തിന്റെ ഉടമയായി മാറി. ആ ഉമ്മയുടെ പ്രാർത്ഥനയില്ലേ എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്. മക്കൾക്ക് അസുഖം വരുമ്പോഴല്ലാതെ, മക്കൾ എവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകുമ്പോഴല്ലാതെ ഇന്ന് വരെ എന്റെ മക്കളെ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നീ ഒന്നത് ആശീർവദിച്ചോ? എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ വക്കത്ത് നമസ്കാരത്തിന് ശേഷവും ചെയ്യണം. എന്റെ മക്കളെ കാക്കണയല്ല, എന്റെ മക്കളെ കാക്കണയല്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ ഒരു ഗുണം നിന്റെ മക്കളുടെ മുഖത്ത്, നിന്റെ മക്കളുടെ ജീവിതത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത് മറക്കല്ലേ ഉമ്മ, ഇത് മറക്കല്ലേ ഉപ്പ. നിരന്തരമായ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ. ബഹുമാനപ്പെട്ട അസ്മാബി റളിയല്ലാഹു തആല അൻഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 100 വയസ്സ് വരെ ആയുസ് കൊടുത്ത മകരിയാണ്. ജനിച്ച മക്കളെല്ലാം മരണപ്പെട്ടു പോയി. ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകനോട് ഉമ്മ പറഞ്ഞ പോലെ യുദ്ധം നടക്കുകയാണ്. ആ മകൻ ചോദിച്ചു, നിങ്ങൾക്കാരാണ്? ഞാൻ യുദ്ധത്തിൽ പോയതാണ്, നിങ്ങൾക്കാരാണ്? പ്രിയപ്പെട്ട ഉമ്മ പൊന്നുപോലെ പോവുക, പൊന്നുപോലെ പോവുക, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി പോവുക. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പോയിട്ട് മടങ്ങി വന്ന് യുദ്ധം തീരുന്നതിന് മുമ്പ് ഉമ്മ ചോദിച്ചു, പേടിച്ചിട്ട് തിരിച്ചു വന്നതാണോ? ആ പൊന്നുമോൻ പറഞ്ഞു, ഉമ്മ, ഇന്നത്തെ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം എന്തെന്നറിയുമോ? ഒരു വ്യക്തിന് കൊല്ലലല്ല, ഒറ്റക്കുത്തിന് കൊല്ലലല്ല, വെട്ടിയിട്ടിട്ട് കഷണങ്ങളായി വെട്ടിയെറിഞ്ഞിട്ട് മരുഭൂമിയിലേക്ക് മുസ്ലിം സഹാബത്തിന്റെ ശരീരത്തിൽ വലിച്ചെറിയുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അറപ്പ് തോന്നി. എന്റെ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മടങ്ങി വന്നു. എന്റെ ഉമ്മച്ചിക്ക് ആരുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, എത്ര കഷണമായി വെട്ടിയാലും മരണത്തിന് ഒറ്റ വേദനയാണ്.
ഒന്നുമില്ല, അതിന് വേദനയില്ല. അതുപോലെ പൊന്നുമോനെ, നിന്നെ അവർ വെട്ടുകയോ കുത്തുകയോ കഷണമാക്കുകയോ ചെയ്യട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇതിനപ്പുറം ഒരവസരം എനിക്ക് കിട്ടാറില്ല. പൊന്നുമോനെ, നീ പോകണമെടാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് സ്വർഗം വാങ്ങി തരണമെടാ. ആ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ വീട്ടിൽ ഇറങ്ങാൻ നേരത്ത് പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് പൊന്നുമോന്റെ ശരീരത്തിൽ പടയെങ്കി വെച്ചിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് പടയെങ്കി വേണ്ട, പൊന്നുമോനെ നിനക്ക് പടയെങ്കി വേണ്ട, വാത്തലപ്പുകളെ പറയാം, നിന്റെ വയറ്റിൽ പടയെങ്കി വേണ്ട. ആ പൊന്നുമോന്റെ വയറ്റിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് പൊന്നുമോനെ യാത്ര പറഞ്ഞു വിട്ടിട്ട് വീടിന്റെ വാതിൽ നിന്നുകൊണ്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറഞ്ഞതെന്താ? നല്ല മോനാണല്ലാ, നല്ല മോനാണല്ലാ. ഉമ്മാന്ന് പറഞ്ഞ ജീവനാണ്, ഉമ്മാന്ന് പറഞ്ഞ സ്നേഹമാണ്, എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. അല്ലാഹുവേ, പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്ത് പൊട്ടിക്കരയുന്നവനാണ്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോന് സ്വർഗത്ത് ഒരു ശഹീദിന്റെ പദവി കൊടുക്കുമല്ലോ. ഒരു ഉമ്മയുടെ പ്രാർത്ഥന മക്കളുടെ ആവേശത്തിന് കാരണമാണ്, മക്കളുടെ ആത്മാർത്ഥമായ ജീവിത രീതിക്ക് കാരണമാണ്. പണ്ട് കാലത്ത് എന്നെ സുഭാഷം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടില് മസ്ജിദിന്റെ മുന്നില് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അക്ഷരമാലകൾ കൊണ്ട് അമ്മാനമാടി ഒരക്ഷരം തെറ്റാറ് വിട്ടുപോകാറ് ആരംഭ റസൂലിന്റെ മധുരമുള്ള മാർഗത്തെ വിശ്വാസലോകത്തിന്റെ മനോഹരത്തില് ഒരു കൊടുങ്കാറ്റ് പോലെ സമർപ്പിക്കാം. അന്ന് കഴിവുള്ള ആ പ്രശസ്തനായ വാഗ്മിയുടെ പ്രഭാഷണം കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട വീട്ടിൽ എന്റെ ഉമ്മയും എന്റെ പെങ്ങന്മാരും പോകുമ്പോ അവിടെ വിരത്തൊന്ന് പിടിച്ച് ചെറിയ പ്രായത്തിൽ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അന്നെനിക്ക് മാതിരിയെ അറിയില്ല, അന്നെനിക്ക് പ്രസംഗ ജീവിതം എന്തെന്നറിയില്ല, അന്നെനിക്ക് ആരെന്നറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ നാട്ടിലെ സമ്പന്നരുടെ വീട്ടിൽ പോയിട്ട് നനച്ചു വെച്ച് അരി ഇടിച്ചു കൊടുത്തിട്ട് അവരത് മാവാക്കി കൊടുക്കുമ്പോൾ കാശ് കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയാ, എന്നെ നോക്കിയ ഉമ്മയാണ്. ഉമ്മ എപ്പോഴും പറയലുണ്ട്, ഏതോ ഒരു സ്ഥലത്തിൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ പോലെ പ്രവാസകന്മാര് വന്നപ്പോ സ്ത്രീകരണ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേച്ചപ്പോ ആ ബക്കറ്റിലേക്ക് ഉമ്മ എല്ലുവെള്ളമാകിയ പൈസ എടുത്തിടുമ്പോ അല്ലാഹുവേ, എന്റെ പൊന്നുമോന് ഞങ്ങളുടെ ഗൗരവമില്ലാത്തവരായി പോയല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആലിമീങ്ങളില്ലാതായി പോയല്ല. എന്റെ പൊന്നുമോൻ ഇതുപോലെ ഒരു 10-100 ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഒരവസരം കൊടുക്കണമല്ല. എന്ന് നീയത്തിലേറുന്ന പൊട്ടിക്കരഞ്ഞതിന്റെ ഫലമാണ് എന്ന് കെയ്യത്തിന്റെ വർഗയുടെ സ്റ്റേജിൽ ഔഷാദുവാകുമെന്ന് പ്രസംഗിച്ചെന്നതെങ്കിൽ ഉമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയറിയില്ല, ഉമ്മാർക്ക് നിങ്ങളുടെ ഗുണമറിയില്ല, നിങ്ങളുടെ മഹത്വം അറിയില്ല, നിങ്ങളുടെ പവർ നിങ്ങൾക്കറിയില്ല. ആ മക്കളെയും കൊണ്ട് എന്തിനാണ് നിങ്ങൾ സീരിയൽ കാണുന്നത്? ആ ഉമ്മ എന്ന് പറയുന്ന മഹത്വത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് എന്തിനാണ് പിന്നെ നിങ്ങൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട മുത്ത റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് അഥവാകുന്ന സ്ഥലത്ത് പോയിരുന്ന കണ്ണീരൊഴുക്കിയത് ചരിത്രത്തിൽ അറിയപ്പെട്ട മുഹൂർത്തമാണ്. ഉമ്മമാര് നഷ്ടപ്പെട്ടാ പിന്നെ സങ്കടമാണ്, പിന്നെ ദുഃഖമാണ്, സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ലോ, ഞങ്ങളുടെ ഉപ്പമാരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ലോ.